നാസയുടെ സ്വീകരണ ലോബിയിൽ ശരിക്കും ടിപ്പു സുൽത്താന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? 1780കളിലും 90കളിലും നടന്ന ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് ആർമിക്ക് ഹൈദരലിയുടെയും മകൻ ടിപ്പുവിന്റെയും മൈസൂർ പടയുടെ ഭാഗത്തു നിന്ന് മാരകമായ ഒരു ആയുധത്തെ നേരിടേണ്ടി വന്നു. അയൺ കേസ്ഡ് റോക്കറ്റുകൾ. വിനാശകരമായിട്ടുള്ള ശക്തിയുള്ള റോക്കറ്റുകൾ അന്ന് ആദ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടത്. റോക്കറ്റുകളുടെ ഉത്ഭവം ചൈനയിലായിരുന്നെങ്കിലും യുദ്ധത്തിൽ അതുവരെ അത് മാരകമായിട്ടുള്ള ഒരു ആയുധമായിരുന്നില്ല. മുളവടി കൊണ്ട് നിർമ്മിച്ചിരുന്ന ആദ്യകാലത്തെ റോക്കറ്റുകൾ സാധാരണയായി യുദ്ധത്തിൽ കുതിരകളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ മൈസൂർ റോക്കറ്റുകൾ 2 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള 2.5 കിലോയോളം ഭാരം വരുന്ന വിനാശകരമായിട്ടുള്ള ഇരുമ്പ് റോക്കറ്റുകളായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഈ സാങ്കേതിക വിദ്യയിൽ താല്പര്യം തോന്നിയതുകൊണ്ട് മൈസൂർ പടയുടെ പരാജയത്തിന് ശേഷം ഉപയോഗിക്കാതിരുന്ന നിരവധി റോക്കറ്റുകൾ ഇവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ റിവേഴ്സ് എഞ്ചിനീയറിംഗിന് വിധേയമാക്കുകയും ചെയ്തു. വില്യം കോൺക്രീവ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കോൺക്രീവ് റോക്കറ്റുകൾ വികസിപ്പിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇത് യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അത് തങ്ങളുടെ സാങ്കേതിക വിദ്യയായിട്ടാണ് ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ചതെങ്കിലും പിന്നീട് ചരിത്ര അന്വേഷകർ ഇത് ഇന്ത്യൻ സാങ്കേതിക വിദ്യയാണെന്ന് കണ്ടെത്തി. അതിനുശേഷം അമേരിക്ക അടക്കം ഈ റോക്കറ്റുകളിൽ പഠനം നടത്തി. ആധുനിക റോക്കറ്റ് വിദ്യയ്ക്ക് ഈ മൈസൂർ റോക്കറ്റുകൾ വലിയൊരു സംഭാവനയാണ് നൽകിയത്. ഇതിന്റെ ബഹുമാനാർത്ഥമായി ഈ ചിത്രമാണ് നാസയുടെ മേരിലാൻഡിലെ വലോപ്സ് ഫ്ലൈറ്റ് ഫെസിലിറ്റിയുടെ സ്വീകരണ ലോബിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ 2ാം മൈസൂർ യുദ്ധത്തിൽ റോക്കറ്റുകൾ ഉപയോഗിച്ച് പോരാടുന്ന ടിപ്പുവിന്റെ ആർമിയുടെ ചിത്രം. ഇത് നമ്മൾ ഇന്ത്യക്കാർ അറിയുവാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടം സന്ദർശിക്കേണ്ടി വന്നു.